അങ്ങനെ സിറ്റി 1 എത്തി. സിറ്റി 2 കുറേ കാലം ഞാൻ നിന്ന്. അങ്ങനെ സിറ്റി 1 ഞാൻ എത്തി. സിറ്റി 1 കുറേ തിരക്കാണല്ലോ. ഇവിടെ മൊത്തം ആൾക്കാർ, ബഹളം, മൊത്തം ആൾക്കാരാണ്. ഇവിടെ എല്ലാവർക്കും കാറുണ്ട്. എല്ലാ അത്യാവശ്യം സാധനങ്ങളും കാശുകാരുമാണ്. ഞാൻ ചെറുതായിട്ട് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. സിറ്റി 2 എനിക്ക് ഒരു ജോലിയും ഉണ്ടായില്ല. സിറ്റി 1 എനിക്ക് അങ്ങനെ ജോലി കിട്ടി. ഡോണറ്റിൽ മാസം 7500 രൂപ കിട്ടുകയും ചെയ്യും. എന്താ ഇപ്പം ചെയ്യുക? ഒരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും നന്നായേനെ. ഇവിടെയൊക്കെ അങ്ങനെ നടക്കായിരുന്നു. കാർ ഓടിച്ച് ഇവിടെ മൊത്തം നടന്നു. നമുക്ക് ടാക്സി ഡ്രൈവറും കൂടി ഇടയിൽ ചെയ്യായിരുന്നു. അപ്പോൾ കാശാരാവായിരുന്നു. സ്വന്തമായി ഒരു കാർ കിട്ടണ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇനിയിപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു കാർ സെറ്റാക്കണമല്ലോ. ഇവിടെ ട്രക്ക് കാര്യങ്ങളാണ്. എവിടെ നിന്നെങ്കിലും ഒരു കാറ് കിട്ടിയാൽ നന്നായേനെ. ഇവിടെ എല്ലാവരും നടക്കുക. ഇവിടെ എല്ലാവരും സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുറേ തിരക്കുവാണല്ലോ. ഈ ഭാഗത്ത് കാറുകളധികം പോകണില്ലല്ലോ. അതേ ഒരു കാറ് പോയി. ഇവിടെ മൊത്തം ആൾക്കാരാണല്ലോ. കാറൊന്നുമില്ല ഈ ഭാഗത്തിപ്പോൾ. ചാടിക്കിടക്കാം നമുക്ക്. ഇപ്പോൾ ഒരു വീട് നമുക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം നോക്കാം ഞാൻ. അതിനാണ് ഈ ഭാഗത്ത് ഞാൻ എത്തിയത്. അതാണ് ഇവിടെ കുറേ കാറൊക്കെ കുറവ്. പിന്നെ ഇവിടെ തിരക്കും. നെയ്ബർഹുഡ് ഏരിയ ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ. പിന്നെ അടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് കൊള്ളാലോ. അവിടെ ഗൈസ്, നിങ്ങളെ കാണുന്നുണ്ടോ? എന്തത് കാറാണോ? എൻ്റെ മോനെ, എടാ ഇത് പഴയത് റേസിംഗ് കാർ പോലത്തെ കാറ്. എടാ അതിൻ്റെ സൈഡത്തെ സാധനമൊക്കെ അടിച്ചു പോയിണ്ടല്ലോ. ഡോറൊക്കെ വേറെ കളറായിട്ടൊക്കെ നിൽക്കണേ. കുഴപ്പമില്ല, നൈസായി എടുത്തേക്കാം. ഇപ്പോൾ കാശൊന്നുമില്ല, റെഡിയാക്കി എടുക്കാം. ഓണാവാൻ നോക്കട്ടെ. എൻ്റെ മോനെ, ഇത് ഓണായാ? ഞാൻ ഇത് ഓണാവില്ലെന്ന് വിചാരിച്ചേ. സെറ്റ് സൗണ്ട് തന്നെ. ഓക്കെ, കൊള്ളാം വണ്ടി. ഫ്രണ്ടിലത്തെ ഡോറും പോയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡത്തെ ബാക്ക് ഡോറും പോയിട്ടുണ്ട്. ബമ്പറൊക്കെ പോയ പോലെ കിടക്കണേ. ഇൻറ്റീരിയർ കൊള്ളാടേ. എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയറിന് അധികം പ്രശ്നം പറ്റില്ല. ഇത് കണ്ടിട്ട് 50-60 കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഓൾഡ് മോഡൽ വണ്ടിയാണല്ലോ. ഇതിൻ്റെ റേസിങ്ങിനൊക്കെ ഓടിയ വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ഭംഗിയുണ്ട് കാണാൻ. ടയറും കൊള്ളാം. എനിക്കിത് കണ്ടപ്പോൾ വേണമെന്ന് ചോദിച്ചു. പിന്നെ വേണമെന്ന് ചോദിച്ചാൽ നമ്മളിത് എടുക്കുമല്ലോ. നല്ല വണ്ടി. നമുക്കിത് പണത്തെടുത്തിട്ട് അടിപൊളി എൻജിനൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ സെറ്റാക്കാം. അവൻ്റെ സ്ഥലം എവിടെയായിരുന്നു? നമുക്ക് ശരിയാകാൻ കൊടുക്കാൻ പറ്റിയത് എൻ്റെ കൂട്ടുകാരൻ്റെ കടയുണ്ട് ഇവിടെ അടുത്ത്. അവൻ എൻ്റെ കൂടെ 7 പേര് ഒരുമിച്ച് ഓടിച്ചാൽ നമുക്ക് അവൻ്റെ കടയിലേക്ക് പോവാം. അവൻ്റെ കടയ്ക്ക് ആദ്യം നമുക്ക് പോവാം ഗൈസ്. കാറ് അനങ്ങണില്ല അധികം, എന്നാലും അത്യാവശ്യം സ്പീഡ് ഉണ്ട്. എൻജിൻ ഡാമേജ് ആണെന്ന് തോന്നുന്നത് ശബ്ദം കേട്ടിട്ട്. കാരണം വേറെ തരം ശബ്ദം. പിന്നെ ഈ വണ്ടി അധികം പോകണമില്ല. കുഴപ്പമില്ല, ഒരു 50-60 പോവുകയാണെങ്കിൽ നന്നായേനെ. നമുക്ക് വേഗം എത്താം. ഓക്കെ, ഡെയിലൈറ്റൊക്കെ ചതഞ്ഞിരിക്കണം. അത്യാവശ്യം ബോഡി കിറ്റൊക്കെ ചെയ്ത വണ്ടി. പണതെടുക്കുക എത്രയാവുമെന്ന് എനിക്കറിയില്ല. സൂപ്പറൊക്കെ പോകണം സൈഡിൽ കൂടെ. ഓക്കെ, നമുക്കൊരു നാൾ സൂപ്പറൊക്കെ വാങ്ങാൻ പറ്റും. ഒരു നാൾ. ഈ വണ്ടി തുരുമ്പൊക്കെ പിടിച്ച കാരണം എനിക്ക് പേടി. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാവും. ഓക്കെ, ഇപ്പം അവൻ്റെ എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് കുറേ കാലമായി. എന്തായാലും അവൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇൻറ്റീരിയലൊക്കെ കൊള്ളാതെ. നമുക്ക് ടാക്സി ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യാൻ ഈ വണ്ടി എടുക്കാം. നല്ല ഇൻറ്റീരിയറിൽ. എനിക്ക് തോന്നുന്നു അടച്ചു കിടന്ന കാരണം അന്ന്. ഭാഗ്യത്തിന് കീയൊന്നും ഉണ്ടായില്ല, കുത്തിപ്പൊളിച്ചെടുത്തു. നമുക്കിനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഒരു വലിയ റൈഡിന് ശേഷം അവൻ്റെ അവിടെ എത്തി. എന്താ വണ്ടി അനങ്ങാത്തെ? ഗൈസ്, ഞാൻ എന്ത് പൊട്ടനാല്. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വച്ചേക്കുക. ഹാൻഡ് ബ്രേക്ക് എങ്ങനെ ഓഫാക്കുക? ഓക്കെ ഗൈസ്, ഹാൻഡ് ബ്രേക്ക് ഓഫാക്കാൻ പറ്റണല്ലോ ഗൈസ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഓഫാക്കി. ഓക്കെ ഗൈസ്, ഇവിടെ ആയിരുന്നു. ഇതിൻ്റെ ഏതോ സൈഡിലൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. അവനെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു വരണ വഴിക്ക്.
അവൻ്റെ വീട് കുറച്ച് ദൂരെയാണ് ഗൈസ്, അതാണ് പ്രശ്നം. ഒരു 30-40 കിലോമീറ്റർ അവൻ്റെ വീട് തന്നെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരും. അവൻ്റെ വീട് 30-40 കിലോമീറ്റർ അപ്പുറത്തും, പിന്നെ അവൻ്റെ ജോലി സ്ഥലം ഇവിടെ കാരണം നമുക്ക് രക്ഷപ്പെട്ടു. ഇതിനധികം പെട്രോളൊന്നും ഇല്ലാത്ത കാരണം എങ്ങനെങ്കിലൊക്കെ ഇവിടെ എത്തി. ഓക്കെ, അവനെ കാണാനില്ലല്ലോ, അവൻ ഇവിടെ വരാമെന്നല്ലേ പറഞ്ഞേ. ഇവിടെയാണെന്ന് ചോദിച്ചു, എനിക്ക് സ്ഥലം മാറിയാ ഇവിടെയായിരുന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, സ്ഥലം മാറി തോന്നുന്നു. നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ പോയി നോക്കാം. ഗൈസ്, ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക. നമുക്കിതേപോലെ സെക്കൻഡ് പാർട്ടിനൊക്കെ വേണ്ടി കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇതിവിടെ പണ്ട് ഇത് മറ്റേ ഫുഡ് ട്രക്ക് പാർക്കല്ലേ? ഫുഡ് ട്രക്ക് പാർക്കിൻ്റെ അവിടെ അധികം ആൾക്കാരുണ്ടാവാറാണല്ലോ സാധാരണ. ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല. ട്രക്കൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കണം. ഇത് വലിയ ബിൽഡിങ്ങിൻ്റെ ബാക്കൊക്കെയാണല്ലോ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇതെന്താ റേസിങ് ഏരിയയോ? ഞാനിതിപ്പോൾ സ്ഥലം മാറി ഗൈസ്. അല്ല, ഞാൻ പൊട്ടത്തരം കാട്ടി. അവിടെ മെക്കാനിക് ഏരിയ കാണിച്ചതല്ലേ? ചിലപ്പോൾ അവൻ വരാൻ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, അവൻ പറഞ്ഞ മെക്കാനിക്കിൻ്റെ ബാക്കിൽ പോകാനാണ്. മെക്കാനിക്കിൻ്റെ ഏരിയയുടെ ബാക്കിൽ നമുക്ക് പോയി നോക്കാം. പിന്നെ ഓക്കെ, മെക്കാനിക് ഏരിയൻ്റെ ബാക്കിൻ്റെ അവിടെ അവൻ വരുന്നാ പറഞ്ഞേ. അവൻ വന്നാൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വണ്ടി സെറ്റിൽ ലുക്കില്ല വണ്ടിയൊക്കെ തന്നെ. അവനിപ്പോൾ എത്തുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ നേരം ശേഷം അവനവിടെ എത്തി. ഞാൻ ഇവിടെ കുറേ നേരം പോസ്റ്റായി നിന്ന്. അത് കഴിഞ്ഞ് കാറിൻ്റെ അകത്ത് കയറി. കാറിൽ AC ഒക്കെ ഓർക്കണ കാരണം രക്ഷപ്പെട്ട്. അവൻ ബൈക്ക് എടുത്തിട്ടാണോ വന്നേക്കണേ? കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വേറെ ലെവലായിണ്ടല്ലോ. മച്ചാനെ സുഖമല്ലേ? എത്ര നാളായി നമ്മൾ കണ്ടിട്ട്? ഓടാ, സുഖം തന്നെ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇതേതാ വണ്ടി? ഇതെവിടെന്നാ നിനക്ക് കിട്ടിയേ? ഈ വണ്ടി എനിക്ക് സൈഡിൽ നിന്ന് കിട്ടിയതാ. അതായത് ഞാനേ ജോലിയൊന്നും ഇല്ലാത്ത കാരണം തപ്പിപ്പോയപ്പോൾ ഈ വണ്ടി കിട്ടിയതാ. അല്ലടാ, ജോലി ഇല്ലാത്ത നിനക്ക് എവിടെന്നാ വണ്ടി തപ്പിപ്പോയിട്ട് കിട്ടിയേ? തപ്പിപ്പോയി വണ്ടിയൊക്കെ കിട്ടോ ജോലി ഇല്ലാത്ത സമയത്ത്? അപ്പൊ ഞാനും ജോലി രാജിവെക്കാൻ പോവാ. എടാ മണ്ടത്തരൊന്നും കാട്ടല്ലേ. ഞാൻ ജോലി ഇല്ലാത്ത കാരണം വീടൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ഒരു ടെൻറ്റ് വെക്കാൻ വേണ്ടി നല്ല പരന്ന ഏരിയ നോക്കി പോയപ്പോൾ ഒരു സെറ്റ് മരം ഇല്ലായിരുന്നു. അപ്പം മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് എങ്ങനെ നല്ല വൈബടിച്ച് ടെൻറ്റ് പോലെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ വെച്ചതാ, ക്യാമ്പ് ഫയറൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ആ ഭാഗത്തൊരു ചെറിയ കാട് പോലെ നല്ല പുല്ലൊക്കെ വളർന്ന സ്ഥലത്ത് എനിക്ക് കിട്ടിയ വണ്ടിയാണ്. എടാ, ഈ വണ്ടി നിനക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? എനിക്ക് കണ്ടപ്പോൾ ഒടുക്കത്തെ ഇഷ്ടമാടാ. എൻ്റെ കയ്യിൽ ഒരു 7500 രൂപയുണ്ട്. നിനക്കതുകൊണ്ട് ഈ വണ്ടി മൊത്തം എൻജിനൊക്കെ ഒരു V12 എൻജിനൊക്കെ വെച്ചിട്ട് ഒരു റേസിങ് വണ്ടിയാക്കി മാറ്റാൻ പറ്റുമോ? പോടാ, നിനക്കെന്ത് പ്രാന്താ? എടാ, ഈ വണ്ടി V12 എൻജിൻ വെക്കാൻ നിനക്ക് 7500 രൂപയ്ക്കാ? എടാ, V12 എൻജിൻ തന്നെ 2 ലക്ഷം രൂപയാവും. അതും പോരാണ്ട് ഈ വണ്ടിക്ക് കണ്ടിട്ട് തോന്നുന്ന ട്വിൻ ടർബോ എന്തോ ഉണ്ടെന്നാണ്. കാരണം നീ വണ്ടിയിൽ ഇരുന്ന സമയത്ത് ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. നീ അതിൻ്റെ അകത്ത് AC കൊണ്ട് കുറച്ചു നേരം വരണവരെ നീ റെസ്റ്റ് ചെയ്തില്ലേ? അതെങ്ങനെയാ? നീ 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കേട്ടോ. അത് നീ വിടറാ. അത് ഞാൻ കുറച്ച് ലേറ്റ് ട്രാഫിക്കിൽ പോയിട്ട് പോയി. പിന്നെ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഓ അങ്ങനെ. എടാ, ഈ വണ്ടി എനിക്ക് കണ്ടപ്പന്നെ ഉടുക്കത്തിഷ്ടായി. അതൊരു അടിപൊളി ബെൻസ് മോഡൽ വണ്ടി. നിനക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി താടാ 7500 രൂപയ്ക്ക്. എന്തായാലും ആകെപ്പാട് അതേ ഇല്ലൂ. ഡോണറ്റിൽ ഈ മാസം കിട്ടിയ കാശ് അതാണ്. ഒരു മാസം 7500 രൂപയാണ് ഡോണറ്റിന് കിട്ടുന്നത്. അത് പിന്നെ ഇനി സീനിയർ ലെവലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 10000-40000 കിട്ടുമായിരിക്കും. ഞാൻ ഇപ്പം അടുത്ത് ജോയിൻ ചെയ്തല്ലേ. ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടില്ലൂ. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി ശരിയാക്കാൻ ഫുള്ള് നമ്മൾ എൻജിനൊക്കെ മാറ്റും. അതുവരെ ഡോണറ്റും പോണ വഴിക്ക് നമുക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ വിചാരിക്കണത് ഒരു ചെറിയ ഡ്രൈവർ പണി തുടങ്ങിയാലോ എന്നാണ്. ടാക്സി പണി. ഈ വണ്ടിയും കൊണ്ടൊക്കെ പോയിട്ട് ടാക്സി പണി ചെയ്യാം. പക്ഷെ അതിനാട് മുന്നേ റെഡിയാക്കി എടുത്ത് കഴുകണം. നിനക്കത് ചെയ്തു തരാൻ പറ്റുമോ? ചെയ്തുതരാനിപ്പോ നോക്കുകയാണെങ്കിൽ ചെയ്തുതരാനൊക്കെ പറ്റും. പക്ഷെ സമയം എടുക്കൂടാ. 1 ദിവസം 1 മാസമൊക്കെ എടുക്കും. നീ വെയിറ്റ് ചെയ്.
എടാ നീ എന്താണ് ഈ പേട്ട ഡ്രസ്സൊക്കെ ഇട്ടേക്കണേ? ഒരു നല്ല ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങിച്ചിട്. എടാ നല്ല ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ് ഇടാനൊക്കെ, പക്ഷെ നല്ല ഡ്രസ്സ് ഇടാൻ കാശുണ്ടായിട്ട് വേണ്ടേ? ഈ ഡ്രസ്സ് നിനക്കറിയോ എവിടെ നിന്ന് കിട്ടിയെന്ന്? ഈ ബനിയാൻ കിട്ടിയത് ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് ഏതോ ചേട്ടൻ അറിയാണ്ട് ഊരി വച്ച്. അപ്പം ഞാൻ ആളുടെ നിന്ന് മോഷ്ടിച്ചോണ്ട് ബനിയാൻ ആൾ കാണണ്ട ഞാൻ അത് ഇട്ട് വെച്ചേക്കണത്. പിന്നെ ഈ പാൻറ്റ് എനിക്ക് അല്ലെങ്കിൽ കിട്ടിയ പാൻറ്റാണ്, അത് ഞാൻ സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. പിന്നെ ഈ ഷൂവും എനിക്ക് താഴ്ന്ന് കിട്ടിയതാണ്. ഓ സോറിടാ, നീ ഇത്രയും പൂവറായിട്ടുള്ള സ്ഥലത്താണ് നീ നിൽക്കണല്ലേ. എന്തായാലും കുഴപ്പമില്ല, ഞാനേ നിനക്ക് ഒരു 1000 രൂപ തരാം. ഞാൻ പിന്നെ ഈ വണ്ടി എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഡോറൊക്കെ മൊത്തത്തിലൊക്കെ മാറ്റാൻ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയാവും. എടാ 5 ലക്ഷം 6 ലക്ഷം? എടാ അത്രയും കാശില്ല എന്നെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമോ? അതാണ് നീ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചിട്ട് ഞാൻ ഇത്രയും കാശ് കുറവിന് മേടിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് തന്നെ. നീ കുറച്ച് കാശ് കുറച്ചിട്ട് ചെയ്യടാ. 2 ഡോറും മാറ്റണം എന്നുണ്ട് എനിക്ക്. നിനക്ക് ഡോറ് മാറ്റുന്നുണ്ട്? ഡോറ് മാറ്റാൻ അത്യാവശ്യം അവിടെ ഓ കാഞ്ചി, നീ തൽക്കാലത്തേക്ക് ഞാൻ ചുറ്റിക വെച്ച് ഡോറ് അടിച്ചടിച്ച് ശരിയാക്കിയാലോ? നിനക്കെന്ത് പ്രാന്താ? ചുറ്റി കടിച്ചാൽ ഡോറത്ത് പെയിൻറ് പോവില്ലേ? എടാ നീ പൊട്ടനാണോ? അല്ലെങ്കിൽ ആ പെയിന്റ് പോയ വണ്ടിയിൽ ഇനി എന്ത് പെയിന്റ് പോവാനാ? ഞാൻ ചുറ്റിക വെച്ച് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഫ്രണ്ട് ബമ്പർ ഞാനൊരു 1000 രൂപയ്ക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ പറ്റാൻ നോക്കട്ടെ. സ്ക്രാപ്പ് എന്നെല്ലാം പോയിട്ട് വല്ല സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ ഉരച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ബാഗത്തെ ടൈലൈറ്റൊക്കെ ചതഞ്ഞുണ്ട്, അത് ഞാനെങ്ങനെ സെറ്റാക്കാൻ പറ്റാൻ നോക്കാം. പിന്നെ വണ്ടി കഴുക ഒരു 3000 ആവും. പിന്നെ 2 ഡോറ് തൽക്കാലത്തേക്ക് ഇപ്പൊ മാറ്റണില്ല, കാരണം ഡോറ് എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ ഇല്ല ഡോറാന്ന്. കാരണം ഇടിച്ചപ്പോ കളർ പോയതായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ വണ്ടിയുടെ ശരിക്കുള്ള റെഡ് അല്ല നീലയാന്ന്. അതെനിക്കും തോന്നിയിടാ, ഈ വണ്ടിയിലുള്ള റെഡ് അല്ല നീലയാന്ന് എനിക്ക് തോന്നുന്നേ. സെക്കൻഡറി വല്ല കളറാണെങ്കിലോ? എടാ സെക്കൻഡറി കളറൊന്നും അല്ല, എനിക്ക് തോന്നുന്നു അതിൽ ആദ്യം അടിച്ച പെയിന്റ് നീലയാന്ന്, എന്നിട്ട് റെഡ് അടിച്ച് കഴിക്കും. റെഡ് കുറച്ച് നല്ല പെയിന്റ് ആയിരിക്കും. അപ്പുറത്തെ സൈഡത്തെ പെയിന്റ് ഒക്കെ ഇടിച്ച കാരണം സ്ക്രാച്ച് ഒന്ന് ഫെയ്ഡായി പോയതായിരിക്കും. കണ്ടിട്ട് 60-70 വർഷം പഴക്കലായി തോന്നുന്നുണ്ട്. വണ്ടിയും കാര്യം ഞാൻ ശരിയായി വെക്കാം. നീ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ 1 മാസം വെയിറ്റ് ചെയ്യേണ്ട വരുമോ? ഓ കാര്യം ചെയ്യാം, ഞാൻ എന്നാൽ പോട്ടെ, 1 മാസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഞാൻ. ഇനി എന്തായാലും 1 മാസം കഴിഞ്ഞിട്ട് കിട്ടും. എന്തായാലും അവർ 1000 രൂപ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നമുക്ക് സെറ്റായി വെക്കാം. ഇനി അടുത്ത വീഡിയോ നമുക്ക് അടുത്തോട്ടം കാണാം. ശരി, ബൈ.